മഴ തോരും മുമ്പയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിക്കുട്ടി വീണ്ടും കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട് കേട്ടോ. അലീനയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആന്റിയുടെ അടുത്തും മകളുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവര് എന്തെങ്കിലും ചെയ്യുന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഇത് കേട്ട കൃഷ്ണജിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ പെട്ടിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്ന സമയത്ത് അതെ, എന്റെ ധൈര്യം അലീന ചേച്ചിയായിരുന്നു. എന്തായാലും ഇന്ന് 4 മണി വരെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ടും അലീന ചേച്ചി വന്നിട്ടില്ലെങ്കിൽ അങ്കിൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അച്ഛന്റെ വിവരമൊന്നും അറിയാൻ വേണ്ടി പറ്റുന്നില്ല, കാരണം അച്ഛന്റെ ഫോണ് ഇവിടെയാണ് ഉള്ളത്. അതെന്തിനാണ് ഫോണ് ഇവിടെ മേടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിക്കുട്ടി. ഇന്ന് വൈകുന്നേരം തന്നെ ന്യൂസ് ചാനലിലൊക്കെ വരുമല്ലോ, അതുപോലെ നാളെ പത്രത്തിലും വരും. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ കുറച്ചു പേരെങ്കിലും അച്ഛനെ ഫോണിൽ വിളിച്ചിട്ട് ചീത്ത വിളിക്കുമല്ലോ, അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അലീന ചേച്ചി ഫോൺ മേടിച്ച് ഇവിടെ കൊണ്ടുവച്ചത്. ആ പെണ്ണിന്റെ വീട്ടുകാര് പ്രശ്നക്കാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും അറിയില്ല ചേച്ചി, നീ എന്തെങ്കിലുമൊക്കെ കഴിച്ചായിരുന്നോ എന്ന് കൃഷ്ണജയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല ചേച്ചി, എനിക്ക് വിശക്കുന്നില്ല എന്ന് കൃഷ്ണജ പറയുവാണ്. അങ്ങനെ ഒന്നും കഴിക്കാതിരിക്കല്ലേ മോളെ, വയറും കൂടി കേടെടുത്തി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ആദ്യം ശരീരത്തിന് ബലം വേണം, എന്നാൽ മാത്രമേ മനോബലം കിട്ടുള്ളൂ. ബബിത എവിടെ പോയി എന്നുള്ള കാര്യം പ്രത്യേകം ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിക്കുട്ടി. അവള് റൂമിൽ ഇരിക്കുക, കിടക്കുക, ഫോൺ നോക്കുക, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്റെ അടുത്ത് സംസാരിക്കുക പോലും ചെയ്യുന്നില്ല. നീ പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ നിന്റെ കൂടെയുണ്ട്, എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കണേ. ശരി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണജ ഫോൺ വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അലീനയെ കൊണ്ടുപോകുന്ന പോലീസ് വണ്ടിയാണ് കാണിക്കുന്നത്. അലീനയെ എങ്ങോട്ടേക്കാണ്, സ്റ്റേഷനിലേക്കാണോ അതോ ക്യാമ്പിലേക്കാണോ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അലീനയെ കൊണ്ടുപോയിട്ട് SHOയുടെ മുമ്പിൽ ഹാജരാക്കണ്ടേ എന്ന് ആ ലേഡി പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്. ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതെന്നൊക്കെ ആ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അല്ല സാറേ, എനിക്കിന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതി, അങ്ങോട്ട് തന്നെ കൊണ്ടുപോയാൽ മതി എന്നുള്ള കാര്യം വനിതാ പോലീസ് ഓഫീസർ പറയുന്നതുകൊണ്ട് തന്നെ ശരി, വണ്ടി അങ്ങോട്ടേക്ക് നേരെ വിട്ടോളാൻ വേണ്ടി പറയുന്നുണ്ട്. തുടർന്ന് കൃഷ്ണജിയാണെന്നുണ്ടെങ്കിൽ മനുവിനെ വിളിക്കാനായിട്ട് ചെയ്യുന്നത്. കൃഷ്ണജിയുടെ ഫോൺ കോൾ കാണുമ്പോൾ തന്നെ മനു ചോദിക്കുന്നുണ്ട് അവിടെ എന്തായി എന്ന്. ഇവിടെ അലീന ചേച്ചിയെ പോലീസ് കൊണ്ടുപോയെന്ന് പറയാണേ. എന്തിനെന്ന് ചോദിക്കാൻ കേട്ടോ മനു ഭയങ്കര ഞെട്ടലോട് കൂടിയിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണെന്നുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ വീട്ടിലിരിക്കുന്ന നിരപരാധികളായ പെൺകുട്ടികളെ പോലീസിന് പിടിച്ചുകൊണ്ടുപോകാനുള്ള റൈറ്റ്സ് ഇല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. രോഹിതന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാന്നാ പറഞ്ഞത്. കൂടെ വനിതാ പോലീസും ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ചിട്ട് ചോദ്യം ചെയ്താൽ പോരെ? ഇതിപ്പോ അച്ഛനെ വിളിച്ചിട്ട് പറയാനും വയ്യ. അച്ഛനെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കും. അലീന ചേച്ചിയെ ഇന്ന് തന്നെ വിട്ടയക്കോ മനുവേട്ടാന്ന് ചോദിക്കാൻ കേട്ടോ കൃഷ്ണമോള്. കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ വിട്ടയക്കണം, അല്ലെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്യണം. അലീന ചേച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ട് എന്നുള്ള കാര്യം കൃഷ്ണജ പറയുന്നുണ്ട്. അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അവൾക്ക് പോലീസിന്റെ അത്ര പേടിയൊന്നുമില്ല. അല്ലെങ്കിലും തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അവള് സ്വയം രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളും. മനുവേട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള് പ്രത്യേകമായിട്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ എന്തായാലും ഗവർണർ അങ്കിളിനെ ഒന്ന് വിളിച്ച് പറയട്ടെ, സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയും പോയിക്കോളാം, നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ വെക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണേ. ഉടനെ തന്നെ കമല വന്ന് ചോദിക്കുന്നുണ്ട്, മനു നീ എങ്ങോട്ടെങ്കിലും പോവാണോ എന്ന്. ഞാൻ എല്ലായിടത്തേക്കും പോവാണ്. എല്ലായിടത്തേക്കോ? പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റല്, കടപ്പാട്ടൂര്, എല്ലായിടത്തേക്കും. അങ്ങനെ നീ പോവാണ്. ഹരിയെ പോലീസ് പിടിച്ച സമയത്ത് നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ലായിരുന്നു. അലീനയെ പോലീസ് പിടിച്ചപ്പോ നിനക്ക് ഇരിക്കാൻ വയ്യ അല്ലേ? ഹരി കുറ്റം ചെയ്തിട്ടാണ് അവനെ പോലീസ് പിടിച്ചത്. എന്നാ അലീന എന്ത് തെറ്റ് ചെയ്തു? അവൾ എന്ത് തെറ്റ് ചെയ്തു എന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടെന്ന് കമല പറയുമ്പോ അമ്മ പറ, ഞാനൊന്ന് കേക്കട്ടെ. അവളെ കൂട്ടിക്കൊണ്ടുവന്ന ദിവസം ഉണ്ടല്ലോ, ഒരു വെള്ളിയാഴ്ച, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഇനിയിപ്പോ വെള്ളിയാഴ്ചത്തേക്ക് എന്താ കുഴപ്പം? അച്ഛൻ മരിച്ച് 9-ന്റെ അന്ന് സഞ്ചയനം കഴിഞ്ഞ പിറ്റേ ദിവസം. അതിനിപ്പോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അച്ഛൻ എണീറ്റ് നടക്കുമായിരുന്നു, വടിയും കുത്തിപ്പിടിച്ച് കോണിപ്പടി ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുമായിരുന്നു അത്യാവശ്യം. അതിനിപ്പോ എന്താ? കഴക്കൂട്ടത്ത് പോയിട്ട് അവളുടെ തിരുമോന്ത കണ്ടതിന് ശേഷം എത്ര ദിവസം അച്ഛൻ ഇരുന്നു നീ പറ? 2 ആഴ്ച തികച്ചില്ല. ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയാണേ. അച്ഛനെ 2 വർഷം തികച്ച് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ നിൽക്കുമായിരുന്നു. അലീന എന്നാ തെറ്റ് ചെയ്തിട്ടാണ് മുത്തച്ഛൻ പോയെന്നുള്ള കാര്യമാണ് മനു ചോദിക്കുന്നത്. അവളുടെ ദൃഷ്ടി സർപ്പദൃഷ്ടിയാണ്. സർപ്പദൃഷ്ടി പതിയുന്നിടം നശിക്കും. അവള് വന്ന് കയറിയ ശേഷം 2ഇടത്തും അനർത്ഥങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവളുടെ നിഴല് പതിക്കുന്നിടത്ത് ഗുണം പിടിക്കില്ല, ഗതി പിടിക്കില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് അമ്മയുടെ ദൃഷ്ടി പതിയുന്നിടത്തും അങ്ങനെ തോന്നാറുണ്ടെന്ന് മനു പറയാണേ. എടാ, ഞാൻ ഈ വീട്ടിൽ കാലുകുത്തിയതിനു ശേഷം വെച്ചടി കയറ്റമായിരുന്നടാ. ആർക്ക് കയറ്റം? തെങ്ങ് കയറ്റക്കാരനും കള്ള് കയറ്റക്കാരനും അവർക്ക് കയറിയല്ലേ പറ്റത്തുള്ളൂ. ഒന്ന് പോവാമേന്ന് പറഞ്ഞിട്ട്
വീണ്ടും പോവാൻ വേണ്ടി പോവാണ് കേട്ടോ മനു. അങ്ങനെ നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് തടഞ്ഞങ്ങ് നിർത്തുവാണേ. ഇവിടെ എനിക്ക് ആരുണ്ട് കൂട്ടിന്? പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിനക്ക് അമ്മയാണോ അവളാണോ വലുത്? അങ്ങനെ നീ ഇപ്പൊ പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വാതിലിനോടെ ഞങ്ങൾ തടഞ്ഞു നിർത്തുവാണ് കേട്ടോ മനുവിനെ. അമ്മ വിടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗോവർദ്ധനങ്ങളിനെ വിളിക്കുവാണ് കേട്ടോ മനു. എന്നതിന് ശേഷം അലീനയെ പോലീസ് കൊണ്ടുപോയ കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുന്നുണ്ട്. അവൾ എന്തിനാ കൊണ്ടുപോയത്? എന്തോ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വനിതാ പോലീസൊക്കെ വന്നിട്ടുണ്ടെന്നാണ് കൃഷ്ണമോള് പറഞ്ഞത്. ചുമ്മാ ചോദ്യം ചെയ്യാനായിരിക്കും. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ വിട്ടയച്ചോളൂ. റേപ്പ് കേസ് കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എന്തിനാണ് കൊണ്ടുപോയെന്നുള്ള കാര്യം അറിയില്ലല്ലോ. എന്തായാലും ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കാം. പിന്നെ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പൊ ട്രാഫിക്കിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എന്തായാലും പോയിട്ട് സ്റ്റേഷനിൽ നോക്കാം. എന്നതിന് ശേഷം വിളിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ മനുവിന്റെ അടുത്ത്. അവിടുത്തെ അവസ്ഥ ചോദിക്കുമ്പോൾ ആരും ഇങ്ങോട്ടേക്ക് വരുന്നൊന്നുമില്ല. ഗേറ്റ് റിമോട്ട് ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ആർക്കും ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി പറ്റില്ല. ഇവിടെ കടയുടെ മുമ്പില് ആൾക്കാർ കല്ലേറ് നടത്തി കടകളൊന്നും തുറക്കണ്ടെന്ന് അലീന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലുണ്ടല്ലോ എല്ലാം ആളുകളെ കുത്തി കൊണ്ടുപോയേനെ. ഇവിടെ ഇനിയിപ്പോ എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം അറിയില്ല. അലീനയെ എന്തായാലും പോലീസ് പിടിച്ചോണ്ട് പോയത് ബാലേന്ദ്രൻ അങ്കിളടുത്ത് പറയല്ലേ. പിന്നെ അങ്കിളിന് അത് മതി BP കൂടാൻ വേണ്ടിയിട്ട്. ശരി, അത് ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഞാൻ സ്റ്റേഷനിൽ നിന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനം ഫോൺ വെക്കുവാണേ. വിളിക്കുന്നത് പോലീസുകാര് അലീനയുമായിട്ട് സ്റ്റേഷനിൽ എത്തുന്നതാണ്. മീഡിയക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അലീനയാണോ റേപ്പ് ചെയ്ത് പെട്ട് ആ പെൺകുട്ടി ഇത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ, അല്ലെങ്കിൽ ഇത് വേറെ പ്രതിയാണോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് സംസാരങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അലീനയും കൂട്ടിയിട്ട് ഒരു വിധത്തിൽ അവര് ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. വന്ന ഉടനെ തന്നെ CA ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ, ഊണ് കഴിക്കാൻ വേണ്ടി പോയതെന്ന് അവിടുത്തെ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്. ശരി, നീ ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞിട്ട് അലീനയെ അങ്ങ് കൊണ്ടുപോവാണ്. അലീന പോകുന്ന സമയത്ത് രോഹിത്തും അതുപോലെ തന്നെ ഹരിയും മറ്റു 2 ചെറുപ്പക്കാരും ഒക്കെ സെല്ലിനകത്ത് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീന. അത് കഴിഞ്ഞ് ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. അവിടെയുള്ള ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം. ആദ്യം ഞാൻ സാറിനെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങളടുത്തും കാര്യം പറ. ബാലേന്ദ്രൻ സാറിന്റെ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ് അലീന. അവളെ പോലീസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ആ പെൺകുട്ടിയല്ലേ? എനിക്ക് പെട്ടെന്ന് അങ്ങ് ഓർമ്മ വന്നില്ല. ഞാൻ ആ പെൺകുട്ടിയുമായിട്ട് ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് ഗോവർദ്ധനൻ ചോദിക്കുമ്പോൾ വേണ്ട തീയമായിട്ട് ഒന്ന് ഒടുക്കി നിൽക്കുകയാണ്. സാറ് ദേഷ്യത്തിലാണ്. എന്തായാലും നമ്പ്യാർ സാറല്ലേ കാണേണ്ടത്, വാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. നമ്പ്യാർ സാറിന്റെ അരികിൽ എത്തുമ്പോഴേക്കും ഗോവർദ്ധനന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആ ബാലേന്ദ്രന്റെ മാനേജർ അല്ലേ എന്നുള്ള കാര്യം. ഞാൻ അദ്ദേഹത്തിന്റെ അളിയനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ 2ാമത്തെ പെങ്ങളെ കല്യാണം കഴിച്ചത് ഞാനാണെന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രന്റെ വീട്ടിൽ നിന്ന് അവിടെയുള്ള പെൺകുട്ടിയെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. തന്നോട് ആരാ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് നമ്പ്യാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. സാർ, അവിടെ 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിലൊരു കുട്ടിയെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി പറ്റുമോ? അവളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, അതും CA ആവശ്യപ്പെട്ടിട്ട്. ആ കൊച്ചിനെ കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. ആ വീട് നോക്കുന്നത് ആ കൊച്ചാണ്. അവൾ ഇച്ചിരി സാമർത്ഥ്യക്കാരിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ആ വീട്ടിലെ മുതലാളിയമ്മയെ അടിച്ചിറക്കിയിട്ട് അവിടുത്തെ മുതലാളിയെ അടിച്ചു മാറ്റിയവളല്ലേ അവള്. വാർത്തകളൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷനിലും എത്തുന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള കാര്യം ഗോവർദ്ധനം പറയുന്നുണ്ട്. ഇല്ലേ, പിന്നെ അന്ന് ബാലേന്ദ്രന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോയപ്പോഴല്ലേ ആക്സിഡന്റ് ഉണ്ടായത്. അത് വൈചേച്ചി കൊല്ലപ്പള്ളിയിലേക്ക് പോകുമ്പോഴാന്ന് പറയുമ്പോ പോയ സമയം എപ്പോഴാ? 1:30. എടോ, നമ്മളും അരിയാഹാരമൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ആ കൊച്ചിനെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഇല്ല സാറേ. ഉപകാരം ഉണ്ടല്ലോ. ഹരിയും അതുപോലെ രോഹിത്തും കൂടി ചേർന്നിട്ട് അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇല്ല സാറേ, അങ്ങനെയൊന്നുമില്ല. ആ കൊച്ചെന്നൊക്കെ പറയുമ്പോഴേക്കും നീ ഇതിനകത്ത് തലയിടണ്ട. CA ആണ് അവളെ വിളിപ്പിച്ചത്. അയാള് ഊണ് കഴിക്കാൻ വേണ്ടി പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കാര്യത്തിലൊരു തീരുമാനമാകും. അതിനാൽ ഇനി അറസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ റേപ്പ് കേസിൽ 5ാം പ്രതിയാക്കുകയും ചെയ്യും. അതൊക്കെ അവളുടെ സഹകരണം പോലെയാവും. അവളതിന് എന്ത് തെറ്റാ സാർ ചെയ്തത് 5ാം പ്രതിയാക്കാൻ വേണ്ടിയിട്ട്? അതൊക്കെ പോലീസ് ആക്കിയത് തന്നെയാണ് സാർ. ഞാൻ അവളോടൊന്നും സംസാരിച്ചോടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പറ്റില്ല. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് പ്രതികളോടും വേണ്ട, സാക്ഷികളോടും വേണ്ട. അത് തെളിവുകൾ മായ്ച്ചു കളയാനും സാക്ഷികളെ സ്വാധീനിക്കാനും വഴിയൊരുക്കും. അതിന് അലീന സാക്ഷിയും പ്രതിയും ഒന്നും അല്ലല്ലോ. അതൊക്കെ പോലീസാണോട് തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാലന്റെ മകനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു രക്ഷയുമില്ല. അതിനു വേണ്ടിയിട്ട് നീ എന്തായാലും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണ്ട. എടോ, ഇത് ചെറിയ കേസൊന്നുമല്ല. സൂര്യനെല്ലി മൂലം ഈ കേരളം മൊത്തം അലയടിക്കും. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ശരി സാർ, ഞാൻ പോയേക്കെന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ അവിടെ നിന്ന് ഇറങ്ങുവാണേ. തുടർന്ന് കാണിക്കുന്ന രേവതിക്കുട്ടിയാണ് കേട്ടോ. രേവതിക്കുട്ടി ചായയൊക്കെ എടുത്ത് വെച്ചിട്ട് ആന്റീനെ വിളിക്കുവാണ്. ആന്റി വരുന്നുണ്ട്. അങ്കിൾ മാമ ഇങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാമച്ചനെ വിളിക്കുന്നത്. നീ എന്താടി എന്നെ കൊച്ചു പിള്ളേരെ പോലെയാണല്ലോ വിളിക്കുന്നത് എന്നുള്ള കാര്യം മാമച്ചൻ ചോദിക്കുമ്പോൾ ചില നേരത്തെ കൊച്ചു പിള്ളേരങ്ങൾ താഴെയാണ് ഇരിക്കുക എന്ന് പറഞ്ഞ് 2 പേർക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അലീന ചേച്ചിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ചേച്ചിയെ ഇതുവരെ വിട്ടയച്ചിട്ടില്ലെന്ന് കൃഷ്ണജയെ ഞാൻ വിളിച്ചപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചു. പോലീസ് സ്റ്റേഷനിൽ കുറ്റവാളിയെ ഇരുത്തിയേക്കുന്നത് പോലെ അവിടെ ഇരുത്തേക്കാണ്. ഗോവർദ്ധൻ അങ്കിള് അവിടെ പോയപ്പോ അറിയാൻ വേണ്ടി സാധിച്ചു എന്നുള്ള കാര്യം കൂടി അവരടുത്ത് പറയുന്നുണ്ട്. എന്നാലും എന്തിനായിരിക്കും അങ്ങനെ ഇരുത്തിയേക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അയാൾ ചോദിച്ചില്ലേ എന്ന് ഗ്രേസി ചോദിക്കുന്നുണ്ട്. അലീന ചേച്ചിയെ അടുത്ത് ഒന്നും മിണ്ടാൻ പോലും അനുവദിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അതത്ര നല്ല ഏർപ്പാടല്ലല്ലോ എന്ന് മാമച്ചനും കേൾക്കുമ്പോൾ പറയുന്നുണ്ട്. എന്തായാലും അങ്ങളെ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ട് എന്നുള്ള കാര്യം രേവതിക്കുട്ടി ഇങ്ങനെ പറഞ്ഞു നിൽക്കുവാണേ. ആ രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. നാളത്തെ പ്രോമോയിൽ കാണിക്കുന്നത് തുടർന്ന് CA വന്നിട്ട് നമ്മുടെ അലീനയുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ബാലേന്ദ്രനും അതുപോലെ തന്നെ നീയും തമ്മിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ബന്ധം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവര് നിന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? നീ അന്ന് പോലീസിന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് അവന്മാരെ രക്ഷിച്ചു, ഇനി അവന്മാരെ രക്ഷപ്പെടുവോ? ഇടിച്ച് നശിപ്പിച്ചിട്ടിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അലീനയോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അലീനയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ഹരിയുടെ കേസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കുന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പോലീസ് നമ്മുടെ അലീനയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ അലീന സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് രോഹിയും കൂടി ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ അലീന ആ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുവാണ്. അലീന സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിലെ 5ാം പ്രതിയാക്കി മാറ്റും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ വരട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ അലീനയാണെന്നുണ്ടെങ്കിൽ പോലീസിന് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീന സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലാകുന്നുണ്ട്. സ്വന്തം അച്ഛനെ പോലെ കാണുന്ന ഒരാളെ കുറിച്ചിട്ടും അലീനയെ കുറിച്ചിട്ടും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ പറയുമ്പോൾ അങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമെന്നല്ലോ കേട്ടോ നമ്മുടെ അലീന ചെയ്യുന്നത്. പോലീസുകാരുടെ വായ അടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയൊക്കെയാണ് തിരിച്ച് അലീന കൊടുക്കുന്നത്. അലീന തിരിച്ചു വരാത്തതുകൊണ്ട് തന്നെ കൃഷ്ണമോൾ ഇങ്ങനെ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിജയാണെന്നുണ്ടെങ്കിൽ എന്തായി എന്നുള്ള കാര്യമൊന്നും അറിയാതെ ആകെ ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അലീനയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഡെയിലി എപ്പിസോഡ് റിവ്യൂ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. താങ്ക്